അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്മാർട്ട് സ്കോളർഷിപ്പ് 2024-25 7ാം ക്ലാസ്സിലെ ജനറൽ പാർട്ടും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ചില ക്വസ്റ്റ്യനൊക്കെ കുറച്ച് കാട് കയറി ചോദിച്ച ചോദ്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിൽ കുറച്ച് ക്വസ്റ്റ്യനുകളൊക്കെ. അതൊക്കെ ഞാൻ ഈ ക്ലാസ്സിൽ കൃത്യമായി വിശദീകരിക്കും. ഇനി ഉത്തരം കിട്ടാത്തവരും നിരാശരൊന്നും ഉണ്ടാവണ്ട. എന്തായാലും എനിക്കില്ല എന്ന് കരുതി പിന്മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയും നമുക്ക് ഒരുപാട് പരീക്ഷകളൊക്കെ എഴുതാനുള്ളതാണ്. അപ്പോൾ വരും സ്കോളർഷിപ്പുകൾ NMS ആയാലും മറ്റു USS ആണെങ്കിലും ഇനി വേറെ ഉയർന്ന PSCയോ അതുപോലത്തെ പരീക്ഷകൾ എഴുതുന്ന ആളുകൾക്കും സിവിൽ സർവീസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യനുകളൊക്കെ ഉപയോഗപ്പെടുത്താം. പലതും പല ഘട്ടങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ് ചെയ്യാതെ, ഒന്നും സ്കിപ്പ് ചെയ്യാതെ വിശദീകരണം കൃത്യമായി കേട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ന്യൂട്രിയൻറ്റ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ബിൽഡിംഗ് മസിൽ എന്ന് പറഞ്ഞാൽ പേശികളെ വളർത്തുന്ന പ്രധാന പങ്ക് വഹിക്കുന്ന പോഷകം അതേതാണ്? പ്രോട്ടീനാണ്. പേശികൾ വളർത്തുന്നത് പ്രധാനമായിട്ട് പ്രോട്ടീനാണ് പങ്ക് വഹിക്കുന്നത് കേട്ടോ. ഇനി ഊർജ്ജത്തിന് ആവശ്യം കാർബോഹൈഡ്രേറ്റ് ആണ് കേട്ടോ. ഇർബിൻ്റെ കുറവാണ് അനീമിയ ഉണ്ടാകുന്നത്. ഓക്കെ. 32ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ റിസൾട്ട് ഇഫ് ഷുഗർ ഈസ് ആഡഡ് ടു ഈസ്റ്റ്? ഷുഗർ ഈസ്റ്റിലേക്ക് ചേർത്താൽ, അതായത് ഈസ്റ്റിലേക്ക് പഞ്ചസാര ചേർത്തുണ്ടാക്കുന്ന ഉൽപ്പന്നം അതേതാണ്? ഓപ്ഷൻ എ വരും ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഡിവൈസ് ടു റെക്കോർഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വെഹിക്കിൾ. ഒരു വാഹനം സഞ്ചരിക്കുന്ന ദൂരം രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? ഓഡോമീറ്റർ കേട്ടോ. ദൂരം ഓടി എന്നൊക്കെ പറയില്ലേ എന്ന രൂപത്തിൽ ഓഡോമീറ്റർ അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്തത് 34ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഹാപ്പൻസ് യൂസിങ് സൺലൈറ്റ് ഇൻ പ്ലാന്റ്. സൂര്യപ്രകാശം ഉപയോഗിച്ച് സസ്യങ്ങളിൽ നടക്കുന്ന പ്രക്രിയ അല്ലേ? നമ്മൾ പല ക്ലാസ്സുകളിലും ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. ഇലയുടെ സഹായത്തോടെ അവിടെ വൃക്ഷം വന്നു. അതുപോലെ മുമ്പൊരു അതിന് ഫലമായി പുറത്തു വിടുന്നത് സ്വീകരിക്കുന്നൊക്കെ രൂപത്തിൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി നോക്കാം 35ാമത്തെ ക്വസ്റ്റ്യൻ, ലാർജസ്റ്റ് ഡിസേർട്ട് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി. കഴിഞ്ഞൊരു ക്ലാസ് എടുത്തപ്പോൾ, സ്കോളർഷിപ്പിന് തൊട്ട് മുമ്പൊരു ക്ലാസ് എടുത്തപ്പോൾ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യനാണിത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി അതേതാണ്? സഹാറ മരുഭൂമിയാണ് കേട്ടോ. ഇന്ത്യയിലാണ് താറ് വരും കേട്ടോ. ഓക്കെ. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ഹൈക്കോർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഒന്നാമത്തെ ഹൈക്കോർട്ട് അതേതാ? 1774 നിലവിൽ വന്ന കൽക്കട്ട ഹൈക്കോർട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി എന്നറിയപ്പെടുന്നത് കേട്ടോ. 73 റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ ഫലമായിട്ട് 74 ആ കോർട്ട് വന്നിട്ടുള്ളത്. 37ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വാസ് ദ ഫസ്റ്റ് മെറ്റൽ ഡിസ്കവേർഡ്? ആദ്യമായി കണ്ടെത്തിയ ലോഹം ഏത് എന്നുള്ളതാണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ്, കോപ്പർ, ചെമ്പ് കേട്ടോ. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡെൻസസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. ഡെൻസസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ, ഡെൻസ്, തിക്ക് കൂടിയ ഗ്രഹം ഏത് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. എർത്താണ്, ഭൂമി തന്നെയാണ് കേട്ടോ. ഏറ്റവും വലുത് ജൂപ്പിറ്റർ, വ്യാഴമാണ് അല്ലേ. 2ാം സ്ഥാനം വലുപ്പത്തിൽ സറ്റേണാണ്, വളയങ്ങളിലെ ഗ്രഹം എന്നറിയപ്പെടുന്നു. ബ്രൈറ്റസ്റ്റ് എന്താ പറയുക, പ്ലാനറ്റ്. അതുപോലെ തന്നെ ഭൂമിയുടെ ഇരട്ട എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രഹമാണിത്, ശുക്രൻ. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഓൺലി ഫുട്ബോളർ ടു വിൻ ദ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ്? ഇത് ഒന്ന് അത്ര ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ. എന്നാൽ ഇതിൽ കൂട്ടത്തിൽ അങ്ങനെ ഉള്ളതിൽ ഉത്തരം സ്യൂട്ടായി വരുന്നത് സുനിൽ ഛേത്രിയാണ് കേട്ടോ. ഒരു സാബിർ എന്നൊക്കെ പറയുന്ന ഒരു ഫുട്ബോളർക്കൊക്കെ ധ്യാൻചന്ദ് കിട്ടിയെന്നതാണ് എൻ്റെ ഓർമ്മ. കൊടുത്തതിൽ നമുക്ക് സുനിൽ ഛേത്രിന് കൊടുക്കാം കേട്ടോ. 40ാമത്തെ ക്വസ്റ്റ്യൻ, വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ, ലോക ഹൈപ്പർ ടെൻഷൻ ഡേ എന്നാണെന്നുള്ളതാണ്. ഏതാണ്? ഓപ്ഷൻ ബി, മെയ് 17 കേട്ടോ. മെയ് 17.
41ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വാസ് ലെഡ് ടു ബ്രിട്ടീഷ് ഡൊമിനൻസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം. ഇത് ഈ പറഞ്ഞ മാതിരി കഴിഞ്ഞ ഒരു സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഇത് പ്രത്യേകം ഞാൻ കുട്ടികളോട് പ്രത്യേകം ചോദിച്ച് പിന്നെ പറഞ്ഞു കൊടുത്തൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ചരിത്രം പറഞ്ഞപ്പോൾ അത് ഉത്തരമായി വരുന്നത് പ്ലാസിയും ബക്സാറും. ഞാൻ പ്ലാസി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പ്ലാസി 1757 1764 ബക്സാർ യുദ്ധത്തിൽ അത് അടിയുറപ്പിക്കുകയും ചെയ്തു. അതായത് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് അടിത്തറയിട്ടുവെങ്കിൽ അത് ഊട്ടിയുറപ്പിച്ച് ശക്തമാക്കി വെച്ചതാണിത് ബക്സാർ യുദ്ധം കേട്ടോ. ഇനി നമുക്ക് 42ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ ഫസ്റ്റ് സ്മോക്ക് ഫ്രീ സിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യ പുകവലി രഹിത നഗരം എന്നറിയപ്പെടുന്ന ഏതാണ്? ചണ്ഡീഗഡ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. 43ാമത്തെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷാണ്. ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. ശരിയായ പ്രപ്പോസിഷൻ ഏതെന്നുള്ളതാണ്. ഷീ സാറ്റ് അറ്റ് ദ ടേബിൾ ടു ഫിനിഷ് ഹെർ ഹോംവർക്ക്. ഇതാണ് ഉള്ളതിൽ സ്യൂട്ടായി കാണുന്നത്. 44ാമത്തെ ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് കറക്റ്റ് വേർബ്. ശരിയായ വേർബ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ എന്താ? ദ ഡാഷ് പിക്ചർ എക്സ്റ്റർഡേ. ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഡേ, എസ്റ്റർഡേ, ലാസ്റ്റ് ഇയർ. അങ്ങനെ രൂപത്തിൽ തൊട്ട് മുമ്പത്തിൽ ഫാസ്റ്റ് ഫോമിന് പ്രയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ സിമ്പിൾ പാസ്റ്റാണ് പ്രയോഗിക്കാറുള്ളത്. വാച്ച്ഡ് എന്ന് വരും. ഓപ്ഷൻ സി വരും കേട്ടോ. 45ാമത്തെ ക്വസ്റ്റ്യൻ, യു ക്യാൻ ഗോ ടു ദ പാർക്ക്. നിനക്ക് പാർക്കിക്ക് പോവാം. എപ്പോഴ്? ഇഫ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്. നിൻ്റെ ഹോംവർക്ക് നീ കംപ്ലീറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിനക്ക് എന്ത് ചെയ്യുക? പാർക്കിലേക്ക് പോകാം. അങ്ങനെ പറയാറുണ്ടല്ലോ. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് പറഞ്ഞാൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കുകയാണ്, ഒരു നാമത്തിനെ, ഒരു പേര്, എന്തെങ്കിലും വസ്തുവിൻ്റെ പേരിനെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഗെയിം എന്നൊരു പേരുണ്ട്. ആ പേരിനെ എക്സൈറ്റിംഗ് ഗെയിം അല്ലേ? എക്സൈറ്റ് ചെയ്യുന്ന ഗെയിം ഏതാ? ഓപ്ഷൻ ബി വരും. അപ്പോൾ എക്സൈറ്റിംഗ് ഒരു ഗെയിം എന്നതിനെ വിശേഷിപ്പിക്കുകയാണ് എക്സൈറ്റിംഗ്. അത് അഡ്ജക്റ്റീവാണ്. ആഡ്വർബ് പറഞ്ഞാൽ വെർബിനെ വിശേഷിപ്പിക്കും. ഇവിടെ നൗണാണല്ലോ ഉള്ളത്. ഇനി നമ്മൾ മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യനാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യനാണ്. എന്തായാലും 47ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവിടെ ഈ ദിക്ക് കൊടുത്തോടത്ത് ചെറിയൊരു കാണുന്നുണ്ട്. ഇവിടെ സൗത്താണ്, ഇവിടെ നോർത്താണ് കൊടുത്തത്. നേരം പോലെ നോർത്ത് ഇവിടെയും സൗത്ത് ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ ഇവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കറക്റ്റായിട്ട്. എന്നിരുന്നാലും ഉള്ളതിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ രൂപം ഒന്ന് ക്വസ്റ്റ്യനിലേക്ക് വരാം. 135 ഡിഗ്രി ഘടികാര ദിശയിൽ തിരിഞ്ഞതിന് ശേഷം 35 ഡിഗ്രി ഘടികാര ദിശ തിരിഞ്ഞതിന് ശേഷം ജമാൽ പിയുടെ തെക്ക് കിഴക്ക് ഈ പിന്നെ ചിത്രത്തിനനുസരിച്ച് തെക്ക് കിഴക്ക് ഇതാണ് വരിക. ഈ രൂപം ഇവിടെ വരും. തെക്ക് കിഴക്ക് ഇത് സൗത്ത് വരും, ഇത് കിഴക്ക് വരും, ഈസ്റ്റ് വരും. അത് രണ്ടിൻ്റെ ഇടയിൽ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത്. അവിടെ നിൽക്കുന്നതെങ്കിൽ അവൻ ആദ്യം അഭിമുഖീകരിച്ചത്. അപ്പോൾ ക്ലോക്ക് ദിശയിലാണ്. ക്ലോക്ക് ദിശ പറഞ്ഞാൽ ഇങ്ങനെ ക്ലോക്ക് ഇങ്ങനെയല്ലേ വരും, അങ്ങനെ ചലിച്ച് ഇങ്ങനെ വരും അല്ലേ? ഈ രൂപത്തിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ എത്തി അല്ലേ? ഇവിടുന്ന് എത്തിക്കണമെന്ന് വെച്ചാൽ 35 ഡിഗ്രിയാണ്. അപ്പോൾ എത്ര? ഇവിടുന്ന് പോരേണ്ടി വരും 135. ഇവിടെ എത്തുമ്പോൾ 45ആയി, പിന്നെ 45 90. ഇവിടെ എത്തുമ്പോൾ എസ്സിന് ഇവിടെ എത്തുമ്പോൾ 90ആയി, പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ എത്തുമ്പോൾ എന്തായി 145ആയി. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിങ് ഈ നോർത്താണ് വരിക കേട്ടോ. അങ്ങനെയാണ് ആൻസർ വെച്ചാൽ നോർത്തായിട്ട് വരും. ഇനിയുള്ള ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. നമ്മൾ കാണുമ്പോൾ എന്തോ ഒരു ക്വസ്റ്റ്യനായിട്ട് ചിന്തിക്കും, പക്ഷേ അതിൻ്റെ റൂട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ക്വസ്റ്റ്യനാണ് കേട്ടോ. ചോദ്യത്തിലേക്ക് വരാം. കൗണ്ട് ദ നമ്പർ ഓഫ് ക്യൂബ്സ് ഇൻ ദ ഗീവൻ ഫിഗർ. താഴെ കൊടുത്ത ചിത്രത്തിൽ ക്യൂബുകൾ എത്ര എണ്ണം ഉണ്ടെന്നുള്ളതാണ്. ക്യൂബർ മനസ്സിലായി, നമ്മൾ പെട്ടി മാറ്റത്തെ സാധനം ഉണ്ടല്ലോ ക്യൂബ്. ഇതാണ് ക്യൂബ് അല്ലേ? അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഒന്ന് അവിടെ ഉണ്ട്. ഇനിയുള്ള ക്യൂബാണ് നമുക്ക് കൃത്യമായിട്ട് എണ്ണാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ക്യൂബുകൾ കണ്ടെത്താൻ ചില ഷോർട്ട് കട്ടുകളുണ്ട് കേട്ടോ. ഇവിടെ നോക്കുക, ഇങ്ങനെ അടിക്ക് 2 എണ്ണം അല്ലേ? അടിക്ക് 2 എണ്ണം. അപ്പോൾ നമുക്ക് 2 എന്നിങ്ങനെ കൊടുക്കാം അല്ലേ? ഇൻറ്റു ഇങ്ങനെ അടിക്ക് 2 എണ്ണം അല്ലേ? ഇങ്ങനെ ഈ സൈഡിക്ക് ഈ ഭാഗത്ത് 2 എണ്ണം. അപ്പോൾ 2 ഗുണി കൊടുക്കുക. പിന്നെ ഇങ്ങോട്ട് 2 എണ്ണം ഇല്ലേ? ഇങ്ങനെ ഈ ഭാഗത്തേക്ക് 2 എണ്ണം ഉണ്ടല്ലോ. അടിക്ക് 2 എണ്ണം, ഇവിടെ 2 എണ്ണം, ഈ കാണുന്ന ഇവിടെ 2 ഇത് പിന്നെ നീളം വീതിയും ഹൈറ്റും അതിലൊക്കെ. അപ്പോൾ അതും കൊടുക്കുക. അപ്പോൾ അത് 2 കൊടുക്കുക. അപ്പോൾ 2 ഇൻറ്റു 2 പറഞ്ഞാൽ എത്ര വരും? ഇവിടെ 1 ഉണ്ടല്ലോ അല്ലേ? 1 ഇവിടെ കൊടുക്കുക. 2 ഇൻറ്റു 2 എത്ര? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8 വരും. അതുപോലെ ഇവിടെയും ചെയ്യാം. ഇങ്ങനെ 3 എണ്ണം അല്ലേ?
ഇങ്ങനെയും 3 എണ്ണമല്ലേ, അത് ഇവിടെ ഉണ്ടല്ലോ 3 എണ്ണം, ഒക്കെ 3 തന്നെ. അപ്പോൾ ഇങ്ങനെ 3 ഇൻറ്റു 3 ഇൻറ്റു 3 എത്ര വരും? 3 ഇൻറ്റു 3 9 വരും. പിന്നെ ഈ 9നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 27 വരും. ഈ ഇതൊക്കെ ഇവിടെ കൂട്ടാം, എത്ര കിട്ടും? 1 8 9, 9 7 16 6 അല്ലേ? 6 ശിഷ്ടം 1 ഉണ്ട്, 1 2 3 വരും, 36 നമ്മുടെ ആൻസറായിട്ട് വരും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ ഒന്നും കൂടെ മുന്നോട്ടെടുത്ത് എന്ത് ചെയ്യുക, അത് കാണാം കേട്ടോ. ആ ക്വസ്റ്റനൊക്കെ അറിഞ്ഞിരിക്കണം. പലപ്പോഴും റാങ്ക് മേക്കിംഗ് ആയ ക്വസ്റ്റൻ ആയിരിക്കും. ഇത്തരം ക്വസ്റ്റനുകൾക്ക് ആൻസർ ചെയ്യുമ്പോഴാണ് നമുക്ക് ആർക്കും കിട്ടാത്ത സ്കോളർഷിപ്പൊക്കെ നമുക്ക് കിട്ടുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം. അപ്പോൾ 36 ഈ ക്വസ്റ്റൻ്റെ ഉത്തരം കേട്ടോ. മുകളിൽ ഒറ്റ ഒന്ന് കാണുന്നു, പിന്നെന്ത് ചെയ്യുക, അടിയിലേക്കും ഈ ഭാഗത്തും ഈ ഭാഗത്തും 2 എണ്ണം, ഈ ഭാഗത്തും 2 എണ്ണം, മുകൾക്കും 2 എണ്ണം, അത് 3 2 2 2 ആയിട്ട് ഗുണിക്കുക, അങ്ങനെ ചെയ്യുക കേട്ടോ. അത് പ്ലസ് ചെയ്യുക, അത് 1നോട്. പിന്നെ എന്ത് ചെയ്യുക, ഇവിടെ 3 എണ്ണം, ഈ ഭാഗത്ത് ഇങ്ങനെ അടി കുത്തനെ 3 എണ്ണം, ഇങ്ങനെ 3 എണ്ണം, ഇവിടെയും 3 എണ്ണം. അതെന്ത് ചെയ്യുക, 3 × 3 × 3 27, എല്ലാം കൂടി കൂട്ടുക, 27ഉം 8ഉം അതുപോലെ തന്നെ 1ഉം, അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 36 കിട്ടും കേട്ടോ. അങ്ങനെ ക്വസ്റ്റൻ അങ്ങനെ കണ്ടെത്താം. ഇനി നോക്കൂ 49ാമത്തെ ക്വസ്റ്റ്യൻ. അതും പെട്ടെന്ന് നോക്കുമ്പോൾ കിട്ടില്ല, പക്ഷേ അത് സിമ്പിൾ ക്വസ്റ്റ്യനാണ്. വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ആൻസർ ലഭിക്കുന്നത് കേട്ടോ. ഒന്ന് നോക്കുക, ഇവിടെ 12 13 12 13 18 19 24 25 എന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും. ആദ്യം ഒന്ന് 12 13 പിന്നെ 18 പിന്നെ 19 പിന്നെ 24 പിന്നെ 25 അല്ലേ? ആ കൺഫ്യൂഷനോ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവം നോക്കുക. സംഭവം എന്താ വെച്ചാൽ ആദ്യം ഈ ഒറ്റപ്പെട്ട ശ്രേണികൾ 12 18 ഇങ്ങനെ കൂട്ടണം. 12 18 ആകുമ്പോൾ 6 കൂട്ടി അല്ലേ, ഒന്ന് ഇടവിട്ടിട്ട് കൂട്ടുക. അതുപോലെ 18 24 6 കൂട്ടി ഉണ്ടോ, 24 ഇവിടെ കണ്ടില്ലേ, ഇവിടെ 24 കണ്ടില്ല. പിന്നെ അവിടെ നിന്ന് ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കി, ഇവിടെ എങ്ങനെ 13 എത്രയായി, ഈ ഒന്ന് ഇടവിട്ടിട്ടാ, ഈ 13 എത്രയായി, 19 ഒന്ന് ഇടവിട്ട്, 19 എന്തായി, 25 ഒന്ന് ഇടവിട്ട് ഉണ്ടോ. ഒന്ന് ഇടവിട്ട് 6 സംഖ്യകൾ 6 കൂടണം. അപ്പോൾ 24 ഇവിടെ എന്താവും, ഇവിടെ 30 ആകും. അപ്പോൾ നമ്മൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് അടുത്ത അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഗീവൻ ഫിഗർ ഈസ് ഷെയ്ഡഡ്? തന്നിരിക്കുന്ന ചിത്രത്തിൽ എത്ര ശതമാനം ഷെയ്ഡ് ഉള്ളതാണ്? ഷെയ്ഡ് ഉള്ളത് പറഞ്ഞാൽ കളർ കൊടുത്ത് എത്ര ശതമാനമാണ്? കള്ളി എണ്ണിയൊക്കെ നമുക്ക് മനസ്സിലാകും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 25 കള്ളികളുണ്ട്. എത്ര കള്ളികളുണ്ട്? 25 കള്ളികൾ ഉണ്ട്. അതിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തേക്കണോ? മുകളിൽ 2 6 7 10 എണ്ണം ഷെയ്ഡ് ചെയ്തേക്കണു അല്ലേ? ഇതാണല്ലോ 25 കളിയിൽ 10 എണ്ണം ഷെയ്ഡ് ചെയ്തേക്കണു. അതിൻ്റെ ശതമാനമാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. വാട്ട് പെർസെൻറ്റേജ് എന്നാണല്ലോ. ശതമാനം എത്രയ്ക്ക് കാണുക, ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. സിമ്പിൾ. വെട്ടിക്കളയാൻ പറ്റും നോക്കുക. 25 100ഉം വെട്ടാം നമുക്ക് അല്ലേ. ഈ 100ൽ 4 25 ആണുള്ളത്. ഇനിയിപ്പോൾ അത് ഗുണിക്കാനല്ലേ ഉള്ളൂ. മുകളിലെ സംഖ്യ 10 × 4 എത്ര, 40 വരും. ആൻസർ സി ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ വളരെ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. മനസ്സിലായി കഴിഞ്ഞാൽ ഒരുപാട് പരീക്ഷകൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഇനിയുള്ള പരീക്ഷകളിലും ഈ പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയം ആശംസിക്കുന്നു. അല്ലാഹു തആല നമ്മളെ ഇരു ലോകത്തും വിജയിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.